ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സസൈസ് 9.3-ത്തെ 15 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Given a GP with A is equal to 729 and 7th term is 64, determine S7. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കണത്? ഒരു ജി പിയിലത്തെ ഫസ്റ്റ് ടേം, അതായത് എ എന്ന് പറയണത് 729 ആണ് തന്നിട്ടുണ്ട്. 7th ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്? A7 എന്ന് പറയണത് 64 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് 7 ടേംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് 7 ടേംസിൻ്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ A7 എന്ന് പറഞ്ഞാൽ എന്താണ്? AR⁻6 അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു 64. ഓക്കെ, അപ്പോൾ 6 കിട്ടും ഇതിൽ നിന്ന് അല്ലേ. R⁻6 ഇസ് ഈക്വൽ ടു 64/A ആണല്ലോ. ഈ A എന്താണ്? A ഇസ് 729. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ 64 എന്ന് പറയുന്നത് എന്താണ്? 2⁻6 ഇസ് 64 അല്ലേ. അതേപോലെ 3⁻6 ഇസ് 729 ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? R⁻6 ഇസ് ഈക്വൽ ടു 2⁻6/3⁻6. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2/3 ഓക്കെ, നമുക്ക് R⁻6 ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ പവേഴ്സ് സെയിം ആണ്. പവേഴ്സ് സെയിം ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബേസും സെയിം ആയിരിക്കും. സോ R ഇസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടി. ഈ 2/3 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിക്കുക? സം Sn ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1 - R⁻n/1 - R. ഈ ഫോമിലാണ് ഉപയോഗിക്കുക ആണല്ലോ. അപ്പോൾ A എന്ന് പറയുന്നത് 729 ഇൻറ്റു 1 - R എത്രയാ? 2/3 n എത്രയാണ്? 7 ടേംസ് എന്നത് 7/1 - 2/3. ഓക്കെ, ഇതാണ് നമ്മുടെ S7. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 729 ഇൻറ്റു 1 - 2⁻7/3⁻7 ഇവിടെ എന്ത് കിട്ടും? 3 - 2/3. ഓക്കെ, 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3 മോളിൽ പോവും അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 729 ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും? ഇതൊന്ന് ക്രോസ് ചെയ്യുമ്പോൾ 3⁻7 - 2⁻7/3⁻7 ഇതാണ് കിട്ടുക. അപ്പോൾ ഈ 729 എന്ന് പറഞ്ഞാൽ 3⁻6 ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 3⁻6 എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3⁻7 അല്ലേ. അപ്പോൾ ഈ ടേമിനെ ഞാൻ 3⁻7 എഴുതാണ്. അപ്പോൾ ഇവിടെ ക്യാൻസലായി പോവും, അതിനാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ മുകളിൽ 3⁻7 - 2⁻7/3⁻7. ഓക്കെ, ഇപ്പോൾ ഈ 3⁻7s ഒക്കെ ക്യാൻസലായി പോയി. ഇനി ജസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, 3⁻7 - 2⁻7 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, 3⁻7 എന്ന് പറഞ്ഞത് 2187 ആണ്. 2⁻7 ഇസ് 128. ഓക്കെ, ഇപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2059 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് എ ജി പി ഫോർ വിച്ച് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ഇസ് -4 ആൻഡ് 5th ടേം ഇസ് 4 ടൈംസ് ദ 3rd ടേം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ജി പി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് എന്ന് പറയുന്നത് -4 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ജി പി ആയ കാരണം AR അങ്ങനെയാണ് ടേംസ് പോയോണ്ടിരിക്കണത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 2 ടേംസിൻ്റെ സം എന്താണെന്ന് തന്നിട്ടുണ്ട്? A + AR എന്ന് പറയുന്നത് എത്രയാണ്? -4 ആണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുണ്ട് 5th ടേം ഇസ് 4 ടൈംസ് ദ 3rd ടേം. ഓക്കെ, A5 ഇസ് 4 ടൈംസ് ദ 3rd ടേം എന്ന്. ഓക്കെ, A5 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു A3 ആണ് തന്നിട്ടുണ്ട്. A5 എന്താ? AR⁻4 ആണ് A5 അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു A3 എന്താണ്? AR². ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് R കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഈ ടേമിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ AR⁻4/AR² ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ A ക്യാൻസലായി പോവും, ഒരു R² ഇവിടെ നിന്ന് ക്യാൻസലായി പോയി, ബാക്കി ഇവിടെ ഉള്ളത് എന്താണ്? R² ആണ്. ഓക്കെ, അപ്പോൾ R² ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ R എന്താണ്? +or-2. ഓക്കെ, അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, ദറ്റ് ഈസ് +or-2. ഓക്കെ, ആറിൻ്റെ വാല്യൂ ഈ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A + AR ഇസ് ഈക്വൽ ടു -4ൽ R എത്രയാണ്? ഫസ്റ്റ് ഞാൻ R ഇസ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും?
എ പ്ലസ് എ ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഞാൻ 2a എന്ന് എഴുതാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു -4. അപ്പോൾ എന്ത് കിട്ടും? 3a ഇസ് ഈക്വൽ ടു -4. സോ a ഇസ് ഈക്വൽ ടു -4/3. ഓക്കെ, ഇനി ഞാൻ r ഇസ് ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, a പ്ലസ് എ ആർ ഇസ് ഈക്വൽ ടു -4ൽ r ഇസ് ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a പ്ലസ് എ ഇൻറ്റു -2. അപ്പോൾ എന്തിട്ടാ? -2a ഇസ് ഈക്വൽ ടു -4. അപ്പോൾ -a ഇസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. സോ a ഇസ് ഈക്വൽ ടു എന്താണ്? 4. അപ്പോൾ നമുക്ക് r 2 ആകുമ്പോൾ എയുടെ വാല്യൂ ഇതാണ് കിട്ടിയത്. r -2 ആകുമ്പോൾ എയുടെ വാല്യൂ 4 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള GP എഴുതാം. ഓക്കെ, അത്ര ചെയ്യാണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് GP എഴുതാമല്ലോ. അപ്പോൾ ഈ കേസ് നോക്കാം. r ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ a നമുക്ക് കിട്ടിയത് -4/2 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള GP എഴുതാം. ഓക്കെ, അപ്പോൾ a എന്താണ്? -4/3 AR. അപ്പോൾ ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -4/3 ഇൻറ്റു 2. ദറ്റ് ഈസ് 4 ഇൻറ്റു 2 എത്രയാണ്? 8 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -8/3. ഓക്കെ, ഇപ്പോൾ ഇവിടെയോ AR², അതായത് a എന്ന് പറയുന്നത് -4/3 ഇൻറ്റു r² ദറ്റ് ഈസ് 2². 2² എത്രയാണ്? 4 ആണ്. നമുക്കിപ്പോൾ 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ -16/3. ഓക്കെ, അപ്പം അങ്ങനെ പോവും GP. ഓക്കെ, ഇനി ഈ കേസ് നോക്കാം. r ഇസ് ഈക്വൽ ടു -2 ആകുമ്പോൾ ഉള്ള GP എഴുതാം. ഓക്കെ, അപ്പോൾ a ഇവിടെ 4 ആണ്. അപ്പോൾ ഞാൻ എഴുതി 4, AR. അപ്പോൾ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു -2 എത്രയാണ്? ദറ്റ് ഈസ് -8 ആണല്ലോ. AR². ഓക്കെ, ഇപ്പോൾ 4 ഇൻറ്റു -2² ആണല്ലോ. 4 ഇൻറ്റു -2² അതാണിത് കേട്ടോ. AR². ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 4 ഇൻറ്റു -2² എത്രയാണ്? ദറ്റ് ഈസ് 4. ഓക്കെ, 4 ഇൻറ്റു 4 എത്രയാണ്? 16. ഓക്കെ, എക്സെട്ര അങ്ങനെ പോയോണ്ടിരിക്കും ടേംസ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ 2 GP ആണ് ഇവർ 2 പേര്. ഓക്കെ, അപ്പോൾ ഇടയിൽ ഓർ ഇടുക, ഇതല്ലെങ്കിൽ ഇത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ 4th, 10th and 16th term of GP are XYZ, prove that XYZ are in GP. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് എന്താ? 4th ടേം. ഓക്കെ, A4 എന്ന് പറയുന്നത് എന്താണ്? X ആണ്. ഓക്കെ, A10 എന്ന് പറയുന്നത് എന്താണ്? Y ആണ്. ആൻഡ് A16 ദറ്റ് ഈസ് ഈക്വൽ ടു Z ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവർ GPയിലാണെന്നാണ് കാണിക്കേണ്ടത്. ഈ XYZ എന്ന് പറയുന്നത് GPയിലാണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ GPയിലാണെന്ന് എങ്ങനെ കാണിക്കുക? ഇവർ തമ്മിലുള്ള റേഷ്യോ അല്ലേ, Y/X എന്ന് പറയുന്നത് Z/Yനോട് ഈക്വൽ ആണെച്ചാലാണ് GPയിലാവുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ A4 എന്ന് പറയുന്നത് എന്താ? AR³ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? X ആണ്. ഓക്കെ, പിന്നെ A10 എന്ന് പറയുന്നത് എന്താ? A10 ദാറ്റ് ഈസ് AR⁹9 ദാറ്റ് ഈസ് A10 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Y ആണ്. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? A16 ദാറ്റ് ഈസ് AR⁵15 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം? Z ആണെന്നറിയാം. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് Y/X ചെയ്യാം. അപ്പോൾ y എന്ന് പറയുന്നത് AR⁵9 ആണ്. ഡിവൈഡഡ് ബൈ x എന്ന് പറയുന്നത് AR³ ആണ്. ഓക്കെ, ഇപ്പോൾ ക്യാൻസലൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് ക്യാൻസലായി. ഇവിടെ ക്യാൻസലാകുമ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും? R⁶6. ഓക്കെ, അപ്പം നമുക്ക് y/x എന്ന് പറയുന്നത് R⁶6 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി Z/Y എന്ന് പറയുന്നതും R⁶6 ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് Z/Y കാൽക്കുലേറ്റ് ചെയ്യാം. Z എന്ന് പറയുന്നത് AR⁵15 ആണ്. ഡിവൈഡഡ് ബൈ AR⁵9 അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു എസ് ക്യാൻസലായി പോയി. ഇവിടെ ക്യാൻസലാകുമ്പോൾ എന്ത് കിട്ടും? R⁶6. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് R⁶6 എന്ന് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ Y/X എന്ന് പറയുന്നതും Z/Y എന്ന് പറയുന്നതും നമുക്ക് R⁶6 എന്നാണ് കിട്ടിയത്. സോ വി പ്രൂവ് ദാറ്റ് ദിസ് XYZ ആർ ഇൻ GP. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 8,88, 888. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസിൻ്റെ n ടേംസിൻ്റെ സം കാണണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സീക്വൻസ് GPയിലാണോ? 8,88, 888 അല്ലേ. ഈ തന്നിരിക്കുന്ന സീക്വൻസ് GPയിലാണോ? അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? A2/A1 അല്ലേ. 88/8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 11 ആണ്. 888/88 ചെയ്ത് നോക്കുക. A3/A2. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 111/11
അപ്പോൾ നമുക്ക് 1/11 എന്നാണ് കിട്ടിയത്. ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 11 അല്ലേ. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സീക്വൻസ് എന്തല്ല, GP അല്ല. ഓക്കെ, പക്ഷേ ഇതിന് കുറച്ചൊക്കെ ഒന്ന് അറേഞ്ച്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് അതിനെ GPയിലാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങളിത് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. ഇത് എക്സാമ്പിൾ നമ്പർ 15 നിങ്ങൾ ചെയ്തതായിരിക്കും ക്ലാസ്സിൽ. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ 777 777 ഒക്കെ ആയിരുന്നു. ഇവിടെ 7 പകരം എന്താണ്, 8 ആണ്. അത്രയാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സം കാണാം നമുക്ക്. 8 + 88 + 888 + എക്സെട്ര പ്ലസ് എത്ര ടേംസ്, n ടേംസ്. ഓക്കെ, ഞാൻ എന്താ ചെയ്യുക, അപ്പോൾ ഈ ടേംസിലൊക്കെ 8 കോമൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ 8നെ പുറത്തേക്ക് എടുക്കുകയാണ്. ബാക്കി ഇവിടെ 1 + 11 + 111 + എക്സെട്ര പ്ലസ് n ടേംസ് വരെ ഇങ്ങനെ 8നെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 8 × 9/9 × 1 + 11 + 111 + എക്സെട്ര പ്ലസ് n ടേംസ്. ഓക്കെ, just we multiplied and divided by 9. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 8/9 ഇൻറ്റു ഈ 9 ഇൻസൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 9 + 99 + 999 + എക്സെട്ര പ്ലസ് n ടേംസ്. ഓക്കെ, അപ്പോൾ ഈ 9നെ നമുക്ക് എങ്ങനെ എഴുതാം, 9 10 - 1 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ. 99നെ എങ്ങനെ എഴുതാം, 10² - 1 അല്ലേ. 100 - 1 ആണ് 99 ആണല്ലോ. ആൻഡ് 1000 - 9 ആണ് 999 ആണല്ലോ. അതുകൊണ്ട് 1000 എങ്ങനെ എഴുതാം, 10³ ആണ് 1000 അല്ലേ. -1 is 999 പ്ലസ് എക്സെട്ര പ്ലസ് എത്ര ടേംസ്, n ടേംസ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഫസ്റ്റ് ടേംസിനെ മാത്രം ഒരുമിച്ച് എടുത്ത് എഴുതാം. ഈ ഫസ്റ്റ് ടേംസൊക്കെ ഓക്കെ, ജസ്റ്റ് ഈ ഫസ്റ്റ് 10 + 10² + 10³ പ്ലസ് അങ്ങനെ എത്ര n ടേംസിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന ആൾക്കാരനെ മാത്രം ആദ്യം എടുത്ത് എഴുതി. ഓക്കെ, പിന്നെന്താ ഇവിടെ ബാക്കിയുള്ളത്, -1 -1 -1 അങ്ങനെ n ടൈംസ് -1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് കോമൺ ആണല്ലോ. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അങ്ങനെ n ടേംസ് വരെ മൈനസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, 1 1 1 1 അങ്ങനെ n ടൈംസ് 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1 + 1 + 1 + അങ്ങനെ എത്ര ടൈംസ്, n ടേംസ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ GPയിലായി മാറിയില്ലേ. 10 10² 10³ ഇതെന്താണ്, GP ആണ് അല്ലേ. -1 + 1 + 1 + n ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു n. ഓക്കെ, ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 + 1 + 1 + അങ്ങനെ n ടേംസ്, അതായത് n ടൈംസ് ഇങ്ങനെ 1 വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സം എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു n. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, n വരും. ആൻഡ് ഇവിടെ നമ്മൾ സം കാണാം, GP വെച്ചിട്ട് സം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് കിട്ടിയത്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, എന്ത് കിട്ടും, 8/9 ഇൻറ്റു ഇത് GPയിലാണല്ലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. ആൻഡ് കോമൺ റേഷ്യോ എങ്ങനെ കാണാം, 10² / 10 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, 10 കിട്ടും. ഓക്കെ, അപ്പോൾ കോമൺ റേഷ്യോ 10 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് >1 ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്, Sn = a × r⁻n - 1/r - 1. ഓക്കെ, അപ്പോൾ ജസ്റ്റ് a r ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 10 × 10⁻n - 1/10 - 1 അല്ലേ. മൈനസ് ഇതെന്താണെന്നാണ് പറഞ്ഞത്, 1 എത്ര ടൈംസ് വരുന്നുണ്ട്, n ടൈംസ് വരുന്നുണ്ട്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, സം എന്തായിരിക്കും, n ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 8/9 ഇൻറ്റു 10 × 10⁻n - 1/10 - 1 is 9 - n. ഓക്കെ, ഇനി ഇവിടെ വരെ എഴുതിയാലും മതി. ഇനി വേണമെങ്കിൽ 8/9 ഇൻസൈഡിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 8 × 10 is 80/9 × 9 is 91 × 10⁻n - 1 കിട്ടും. ഇവിടെയോ മൈനസ്, ഇതിങ്ങോട്ട് വരുമ്പോൾ 8/9 × n. ഓക്കെ, നമുക്ക് സം ഇങ്ങനെയാണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദ സീക്വൻസ് 2 4 8 16 32 ആൻഡ് 128 32 8
2 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് സീക്വൻസിൻ്റെ പ്രോഡക്റ്റ് കാണാം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസിൻ്റെ പ്രോഡക്റ്റ് കാണാം, എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിന് A1 ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് S1ത്തെ ഫസ്റ്റ് ടേം ആണല്ലോ, ഈ S2ത്തെ ഫസ്റ്റ് ടേം ആണ് 128 അല്ലേ? ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ 128 × 2 എത്രയാണ്? 128 × 2 ദറ്റ് ഈസ് 1652 അല്ലേ? 256 ആണ്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 256 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ രണ്ട് ടേംസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 4 × 32 ദറ്റ് ഈസ് എന്താണ്? 128 അല്ലേ? അപ്പോൾ 128 എന്ന് കിട്ടി പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി ഈ ടേംസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, 8 × 8 എത്രയാണ്? 64. ഓക്കെ, ഇനി ഈ ടേംസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് കാണാം. 16 × 2 ദറ്റ് ഈസ് 32. ഓക്കെ, ഇനി 32 × 1/2 ദറ്റ് ഈസ് 16 അല്ലേ? 32 × 1/2 എന്ന് പറയുമ്പോൾ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16. ഓക്കെ, പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു നമ്മൾ. പ്രൊഡക്റ്റാണ് ഈ സംഭവം. ഓക്കെ, ആ പ്രൊഡക്റ്റിൻ്റെ സം കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സം എന്ന് പറയുന്നത് 256 + 128 + 64 + 32 + 16 അതാണ് നമ്മുടെ സം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ ആഡ് ചെയ്യല്ല കേട്ടോ വേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ +1-ലാണല്ലോ, അപ്പോൾ ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് കിട്ടി ഉത്തരം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? 256 ആണ്. ഓക്കെ, ഇനി GPയിലാണോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ കോമൺ റേഷ്യോ കിട്ടും നിങ്ങൾക്ക് അല്ലേ? അപ്പോൾ 128/256. ഓക്കെ, അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ റേഷ്യോ എന്ത് കിട്ടി? 1/2. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 എന്ന് പറയുന്നത് <1 ആണ്. അപ്പോൾ SN എന്താണ്? A × 1 - R⁻n/1 - R ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് 256 ആണ്, ഇൻറ്റു R is 1/2 N എത്രയാണ്? ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ 1/2. ഓക്കെ, ജസ്റ്റ് ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 256 ഇൻറ്റു ഇവിടെയോ 1 - 1/2 2⁵ എത്രയാണ്? 32 അല്ലേ? ഡിവൈഡഡ് ബൈ 1/2 ആണ്. അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 32 - 1 ദറ്റ് ഈസ് 31/32 ഇൻറ്റു 2 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 2 × 16 ആണ് 32, 16 × 16 ആണ് 256. നമുക്ക് എന്ത് കിട്ടും? 16 × 31. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് 496 ആയിട്ട് കിട്ടും സം. ഓക്കെ, നിങ്ങളിത് ആഡ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് സം എത്ര കിട്ടും? 496 തന്നെ കിട്ടും. ഓക്കെ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദ സീക്വൻസ് AR etc AR⁻n-1 and capital AR⁻n-1 form a GP and find the common ratio. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് സീക്വൻസ് എന്താ? സ്മോൾ AR etc AR⁻n-1 ഇതൊരു സീക്വൻസ് ആണ്. പിന്നെ വേറെ സീക്വൻസ് എന്താ തന്നിരിക്കുന്നത്? ക്യാപിറ്റൽ AR പിന്നെ ക്യാപിറ്റൽ AR² etc AR⁻n-1. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, അവർ GPയിലായിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ടേംസിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് ഇതാണല്ലോ. ഇത് സീക്വൻസ് S1. ഓക്കെ, ഇത് സീക്വൻസ് S2 എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ടേംസ് തമ്മിലുള്ള പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? സ്മോൾ A ക്യാപിറ്റൽ A ഇതാണ് ഇവിടെ ഫസ്റ്റ് ടേം ആയിട്ട് വന്നത്. പ്രോഡക്റ്റിൽ ഫസ്റ്റ് ടേം ആയിട്ട് സ്മോൾ A ക്യാപിറ്റൽ A വന്നു. ഓക്കെ, നെക്സ്റ്റ് ടേം എന്തായിരിക്കും? ഈ രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? AR ക്യാപിറ്റൽ AR. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും? AR² പിന്നെ ക്യാപിറ്റൽ A ക്യാപിറ്റൽ R². അങ്ങനെ ലാസ്റ്റ് എന്ത് വരും? സ്മോൾ AR⁻n-1 ക്യാപിറ്റൽ AR⁻n-1 ഇങ്ങനെയാണ് കിട്ടുക.
പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടി വെക്കണ ഈ സീക്വൻസ് ഉണ്ടല്ലോ അത് ജി പിയിലാണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ജി പിയിലാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക? റേഷ്യോസ് സെയിം ആയിരിക്കണം അല്ലേ? അപ്പോൾ A2/A1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? A2 എന്ന് പറയുന്നത് AR ക്യാപിറ്റൽ AR അല്ലേ, ഡിവൈഡഡ് ബൈ A1 ഇസ് AA. ഓക്കെ, അപ്പോൾ എസ് ഒക്കെ ക്യാൻസലായി പോയി. നമുക്ക് എന്ത് കിട്ടി? സ്മോൾ ആർ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടി. ഓക്കെ, ഇനി A3/A2 ചെയ്ത് നോക്കുക. ഓക്കെ, A3 എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, AR² ക്യാപിറ്റൽ A ക്യാപിറ്റൽ R² ബൈ A2 എന്ന് പറയുന്നത് സ്മോൾ a സ്മോൾ ആർ ആൻഡ് ക്യാപിറ്റൽ A ക്യാപിറ്റൽ ആർ ആണല്ലോ. ക്യാൻസലൊക്കെ ചെയ്യാം, ആറ് ഇവിടെയൊക്കെ പോവും. ഓക്കെ, നമുക്ക് വീണ്ടും എന്താ കിട്ടിയേ? സ്മോൾ ആർ കിട്ടി, ക്യാപിറ്റൽ ആർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് A2/A1 എന്ന് പറയുന്നതും A3/A2 എന്ന് പറയുന്നതും സെയിം ആയിട്ട് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടി വെക്കണ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ജി പിയിലാണ്. ആൻഡ് ഇതിൻ്റെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു, ദറ്റ് ഈസ് സ്മോൾ ആർ ക്യാപിറ്റൽ ആർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. ഓക്കെ.